പ്രസവത്തോടനുബന്ധിച്ച് ഒരു സ്ത്രീ അനുഭവിക്കുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അഥവാ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുമ്പം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഉറക്കക്കുറവിലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും ദേഷ്യവും ഒക്കെ ആയിട്ടാണ് അത് തുടങ്ങാറ്. പിന്നീട് നമുക്ക് കുട്ടിയെ നോക്കാനൊരു താല്പര്യമില്ലായ്മ, കുട്ടിയെ നമ്മൾ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു തോന്നൽ, കുട്ടിക്ക് പാല് കൊടുക്കാൻ മടിക്കുക, കുട്ടിയെ എടുത്തെറിയാൻ തോന്നുക, അങ്ങനെ പല ഫീലിങ്സും അമ്മയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, പിന്നീട് പലപ്പോഴും ഒരു സെപ്പറേഷനിലേക്കോ ഡൈവേഴ്സിലേക്കോ ഒക്കെ എത്തുകയാണ് പതിവ്. ഈ പ്രോബ്ലംസ് ഒക്കെ ഇത്രയും സിവിയർ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല. ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടെന്നും അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒരു കൗൺസിലിങ്ങും ഈ സ്ത്രീക്ക് ആവശ്യമാണെന്നും പലപ്പോഴും ഈ അനുഭവിക്കുന്ന സ്ത്രീക്കോ അവരെ കെയർ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിനോ അറിയുന്നുണ്ടാവില്ല. പ്രസവശേഷം ആളുടെ ക്യാരക്ടർ മാറി, അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നുള്ളതായിരിക്കും പലപ്പോഴും ഇവർ കരുതുകയും പിന്നീട് ഈ ഒരു സെപ്പറേഷനിലേക്കൊക്കെ എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേണ്ട രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അത് വേണമെങ്കിൽ ഒരു പ്രഗ്നൻസി, ഒരാൾ കൺസീവ് ആയി എന്ന് അറിയുന്ന ആ മൊമെൻറ്റ് തൊട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തുനിന്ന് വേണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കാം.